ഇങ്ങനത്തെ ഒരു ട്യൂബിലേക്കൂടെ നമുക്ക് ഒരു സർജറി ഇല്ലാതെ ഒരു ഹാർട്ട് വാൽവ് മാറ്റി വെക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു 20 കൊല്ലം മുമ്പ്, ഈവൻ ഒരു 15 ഇയേഴ്സ് മുമ്പ് പറഞ്ഞാൽ നമ്മളുടെ ഡോക്ടേഴ്സ് പോലും വിശ്വസിക്കില്ല. അപ്പോൾ നമ്മളിപ്പം ഡോക്ടറെ ഇപ്പം എന്തായാലും വയസ്സായില്ലേ, ഇങ്ങനെ തന്നെ പോയാൽ പോരെ ഡോക്ടറെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊരു കിതപ്പുണ്ട്, ഞാൻ സഹിച്ചോളാം. ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ള കാര്യം വളരെ നമുക്ക് അനുഭവമുള്ള ഒരു സംഗതിയാണ്. ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന തിയേറ്ററിൽ ആ ടേബിളിന്റെ മുകളിൽ തന്നെ നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് കുറയുന്നത്, ആ ഹാർട്ടിന്റെ ആ ലോഡ് കുറയുന്നത്, നമുക്ക് ആ പ്രഷർ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ, മൂപ്പര് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 4ാമത്തെ ദിവസം വീട്ടിലെത്തിയിട്ട് സെൽഫി, മൂപ്പർ തന്നെ ഫുൾ ഫാമിലിയുടെ കൂടെ ഒരു സെൽഫി എടുത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മൂപ്പർക്ക് കിട്ടുന്ന ആഫ്റ്റർ സർജറി സ്വന്തമായിട്ട് കുളിച്ച് തലതോർത്താൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുക, ജോഗിങ്ങിനൊക്കെ പോകുന്ന ലെവലിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്തു. നമ്മൾ കണ്ടുപിടിക്കാനുള്ള രീതികൾ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വെറും ഒരു സിമ്പിൾ ലൈക്ക് ECGയും എക്കോ കാർഡിയോഗ്രാം, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സ്റ്റെത്തോസ്കോപ്പ് വെച്ചാൽ തന്നെ മതി. ഒരു ബേസിക് ഒരു എക്സാമിനേഷനിൽ സ്റ്റെത്തോസ്കോപ്പ് വെച്ചുള്ള എക്സാമിനേഷനിൽ അയോർട്ടിക് സ്റ്റെനോസിസിന്റെ മർമർ എന്ന് പറയുന്നത് കിട്ടും, ഒരു സൗണ്ട് കേൾക്കും. നമ്മൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പുതിയ ഒരു ഹാർട്ടിന്റെ ചികിത്സയിൽ പുതിയ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹാർട്ടിന്റെ എല്ലാ വാൽവുകളും, 4 വാൽവുകൾ, മെയിൻ വാൽവുകൾ, 4 വാൽവുകളും സർജറി ഇല്ലാതെ മാറ്റിവെക്കുന്ന ഒരു സമയം. അതെ അതെ, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റിലും കാര്യമായിട്ടുണ്ട്. എക്സാക്ട്ലി. പല പ്രാവശ്യവും നമ്മൾ കേൾക്കുന്ന സംഗതിയാണ്, നമ്മൾ ടാവി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ പറയായിരുന്നു, അയ്യോ ഈ ചികിത്സ എനിക്ക് മുമ്പേ അറിയാൻ മതിയായിരുന്നു, മുമ്പേ ചെക്കപ്പ് ചെയ്താൽ മതി. 2 വർഷം മുതലേ എനിക്ക് ഈ സിംറ്റംസും, നെഞ്ഞുവേദന, കിതപ്പ്, ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ടാവി എന്ന ചികിത്സ എനിക്ക് മുമ്പ് അറിയുന്നെങ്കിൽ നേരത്തെ ചികിത്സ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും കേൾക്കുന്നത്. ഓപ്പൺ ഹാർട്ടിനെ പേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ ഒരു ഒത്തിരി ആൾക്കാരുണ്ട്. അതെ അതെ, അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന് നമുക്ക് ജനങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാം. അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന രോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അയോർട്ടിക് സ്റ്റെനോസിസിനെ പറ്റി സംസാരിച്ചാലോ? അല്ലേ, പ്രായം ചെന്ന ആളുകളിൽ ഈ അയോർട്ടിക് വാൽവ് എന്ന് പറഞ്ഞ മെയിൻ വാൽവിൻ്റെ മുകളിൽ കാൽഷ്യം വന്നടിഞ്ഞ് ഗ്രാജുവലി പതുക്കെ അത് ചുരുങ്ങി വരും. അതെ, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മളിപ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർബിട്രറി വാല്യൂ, അതിലും ചെറുതാവുന്ന സമയത്ത് രോഗികൾക്ക് സാധാരണ ലക്ഷണങ്ങൾ, കിതപ്പ്, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഞാൻ അതെ കറക്റ്റ്. ഞാൻ സാധാരണ എൻ്റെ പേഷ്യൻസ് പറയുന്നത് വാൽവ് എന്താണെന്ന് രോഗികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വീടിൻ്റെ ഒരു മെയിൻ ഡോർ പോലെ എന്ന് പറയാം. ഇപ്പോൾ വീട്ടിൽ കുറേ ഡോറുകളുണ്ടാവും, കുറേ അറകളുണ്ടാവും, കുറേ ഡോറുകളുണ്ടാവും. അതേപോലെ തന്നെ ഹാർട്ടിന് 4 അറകളുണ്ട്, 4 വാൽവുണ്ട്. പക്ഷെ അതിന് മെയിൻ വാൽവ്, അതായത് ഹാർട്ടിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ആ വാതിൽ, ആ വാൽവാണ് അയോർട്ടിക് വാൽവ്. അത് ചുരുങ്ങുക എന്നാണ് അയോർട്ടിക് സ്റ്റെനോസിസ്, അല്ലെങ്കിൽ AS എന്ന രോഗം എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ ഇടത്തെ അറ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഇടത്തെ അറയുന്ന ഹാർട്ടിലെ ബ്രെയിന് മുതൽ എല്ലാ ഫുൾ ബോഡി രക്തം എത്തിക്കുന്ന അതിനിടയിലുള്ള മെയിൻ വാൽവാണ് ഈ അയോർട്ടിക് വാൽവ്. അത് ചുരുങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ശുദ്ധരക്തം എത്തുന്നതിനുള്ള തടസ്സം ആണ് ഈ അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തടസ്സത്തിൽ കൂടെ ബ്ലഡ് പോവാതിരിക്കുമ്പോൾ ഹാർട്ടിന് പ്രഷർ വരുമ്പോഴാണ് ഈ കിതപ്പ്. പിന്നെ 2ാമത്തെ ലക്ഷണം, നടക്കുമ്പോൾ നെഞ്ഞ് വേദന വരാം. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ചില ആൾക്കാർക്ക് കണ്ണിലിട്ടടിക്കുക, തലകറക്കം വരിക. ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജ്. പിന്നെ ബോധക്ഷയം സംഭവിക്കുക. ഇതും അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ലക്ഷണമാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുന്ന സമയത്ത് ഹാർട്ടിന്റെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പമ്പിംഗ് ഫംഗ്ഷൻ ക്രമേണ കുറഞ്ഞിട്ട് ഹാർട്ട് ഫെയിലർ, ഹൃദയപരാജയം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് മുൻപേ നമ്മൾ സിംറ്റംസ് ക്യാച്ച് ചെയ്യണം, രോഗം കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള രീതികൾ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ സ്ഥിരം റുട്ടീനിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ്. കുറേ ആൾക്കാർ വളരെ ലേറ്റ് സ്റ്റേജിലാണ്. നമ്മൾ വെറും ഒരു സിമ്പിൾ ലൈക്ക് ECGയും എക്കോ കാർഡിയോഗ്രാം, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സ്റ്റെത്തോസ്കോപ്പ് വെച്ചാൽ തന്നെ മതി. ഒരു ബേസിക് ഒരു എക്സാമിനേഷനിൽ സ്റ്റെത്തോസ്കോപ്പ് വെച്ചുള്ള എക്സാമിനേഷനിൽ അയോർട്ടിക് സ്റ്റെനോസിസിന്റെ മർമർ എന്ന് പറയുന്നത് കിട്ടും, ഒരു സൗണ്ട് കേൾക്കും. എക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏറ്റവും ബേസിക് എല്ലാ സ്ഥലത്തും ഉള്ള എക്കോ ചെയ്ത് കഴിഞ്ഞാൽ അയോർട്ടിക് സ്റ്റെനോസിസ് ഡയഗ്നോസ് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും പല ഫിസിഷ്യൻസിനും ഇങ്ങനെ ഒരു ടാവി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉള്ള കാര്യം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഇത് ട്രീറ്റ് ചെയ്യണം, ചികിത്സിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. മെയിൻലി ബിക്കോസ് ഇതൊരു എൽഡർലി ആൾക്കാർക്കാണല്ലോ വരുന്നത്. ഒരു 70 വയസ്സിന് ശേഷം ഉള്ള വ്യക്തികൾക്കാണ് ഈ രോഗം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇനി ചികിത്സ ആവശ്യമില്ല,
അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഈ പ്രായം കൊണ്ടാവാനാണ് സാധ്യത, റിസ്ക് കൂടുതലാണ്. അത് മാത്രമല്ല കുടുംബക്കാരും ഫാമിലി മെമ്പേഴ്സും നെഗ്ലക്റ്റ് ചെയ്യാൻ, അതായത് ഇത് ശ്രദ്ധിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സിംറ്റംസ് പ്രായം കാരണമായിരിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഈ അയോട്ടിക് വാൽവ് ഡിസീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ സ്റ്റേജിൽ സെവിയർ സ്റ്റിനോസ് വന്ന് കഴിഞ്ഞാലും ആദ്യത്തെ കുറേ ലക്ഷണങ്ങൾ വളരെ കുറച്ച് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അതേസമയം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സെവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ വരിക. അപ്പോൾ അതിന് മുമ്പ് ഈ ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷന് മുമ്പ് ഇത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് പോകണം. കറക്റ്റ്. സോ നമ്മളിപ്പം ടാവി അല്ലെങ്കിൽ ടാവർ, പല പേഷ്യൻസ് ചോദിക്കാം, ടാവിയും കേട്ടിട്ടുണ്ട് ടാവറും കേട്ടിട്ടുണ്ട്. ബോത്ത് ഓഫ് ദം ആർ സെയിം, ഒന്ന് തന്നെയാണ്. അപ്പോൾ പണ്ട് ടാവി പറയുന്നു ഇംപ്ലാന്റേഷൻ, ട്രാൻസ് കാത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ, അതിപ്പോൾ റിപ്ലേസ്മെന്റ് പറയുന്നു. അപ്പോൾ അത് നമുക്ക് ഐ തിങ്ക് നമ്മളെ വ്യൂവേഴ്സിന് നമുക്ക് ഒരു എന്താണ് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ ഓക്കെ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അല്ലേ? സോ ജസ്റ്റ് ഒരു നട്ട്ഷെല്ലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി ഒരു വാൽവ് ചുരുക്കി വെച്ചിട്ട് ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോകാൻ വേണ്ടി പാകത്തിന് ചുരുക്കി വെച്ചിട്ട് ഈ ബലൂണിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സെൽഫ് എക്സ്പാൻഡിങ് സ്പ്രിങ് പോലത്തെ വാൽവ് ആണെങ്കിൽ അതൊരു ട്യൂബിനകത്ത് ചുരുക്കി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഹാർട്ടിനകത്തേക്ക്. അപ്പോൾ ആ തുടയിലുള്ള രക്തക്കുഴലിലൂടെയാണ് സാധാരണ, ഫിമറൽ ആർട്ടറി എന്ന് പറഞ്ഞ രക്തക്കുഴലിലൂടെയാണ് സാധാരണ കൊണ്ടുപോവുക. പിന്നെ ഈ ടാവി ചെയ്യുന്നത് നമ്മുടെ ഈ ഓപ്പൺ ഹാർട്ട്, അനസ്തീഷ്യ, മുറിവ് ഇതൊന്നും സാധാരണ ഇല്ല, ആവശ്യമില്ല. വളരെ ചെറിയൊരു പ്രിക്ക് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ആ ചുരുട്ടിയ രൂപത്തിലുള്ള വാൽവ് മേലെ ഹാർട്ടിന്റെ വാൽവ് വരെ എത്തിക്കുന്നു, എന്നിട്ട് ആ പഴയ വാൽവിന്റെ മുകളിലാണ് ഈ പുതിയ വാൽവ് പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യുക. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ആ വാൽവ് എടുത്ത് കളയാറുണ്ടോ, പഴയ വാൽവ് എടുത്ത് കളയാറുണ്ടോ? ഇല്ല, സർജൻസിന് വാൽവിനെ ബലൂൺ വെച്ചിട്ട് കംപ്രസ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ബേസിക്കലി ആ പഴയ വാൽവിന്റെ മുകളിലുള്ള കാൽഷ്യമാണ് ഈ നമ്മൾ ഇതിനെ സപ്പോർട്ട് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതിന് മുകളിലാണ് പുതിയ വാൽവ് നമ്മൾ ഒരു കൂടിലുള്ള പോലത്തെ ഒരു ഇതാണ്, അത് നമുക്ക് പിക്ചറിൽ കാണാം. ഈ വാൽവ് അവിടെ എത്തി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് വർക്ക് ചെയ്യുന്ന പോലെ, ആ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. പിന്നെ ഈ വാൽവിൻ്റെ ഈ ബേസിക് മെറ്റീരിയൽ മെറ്റലാണ്, നിറ്റിനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് മെറ്റൽ കൊണ്ടാണ് ഈ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതിനകത്തുള്ള വാൽവിൻ്റെ ഈ അടയും തുറക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ ആനിമൽ ടിഷ്യൂ, ആനിമലിൻ്റെ പെരിക്കാർഡിയത്തിൽ നിന്ന് ആണ് സാധാരണ ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ് ടെക്നോളജി. ഇങ്ങനത്തെ ഒരു ട്യൂബിലേക്കൂടെ നമുക്ക് ഒരു സർജറി ഇല്ലാതെ ഒരു ഹാർട്ട് വാൽവ് മാറ്റി വെക്കാൻ പറ്റും. അതെ, ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റും. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തെ ടെക്നോളജിൻ്റെ ഒരു 20 കൊല്ലം മുമ്പ്, ഈവൻ ഒരു 15 years മുമ്പ് പറഞ്ഞാൽ നമ്മളുടെ ഈ ഡോക്ടേഴ്സ് പോലും വിശ്വസിക്കില്ല. അതെ, എക്സാക്ട്ലി, വെരി ചാമിങ്. അപ്പോൾ ദാറ്റ് ഈസ് ഫെന്റാസ്റ്റിക്. സോ പല ആൾക്കാർ വേറെ ചോദിക്കാറുണ്ട്, ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇസ് ഇറ്റ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് പ്രൊസീജിയർ ആണോ ഇല്ലേ എന്നുള്ള ചോദിക്കാറുണ്ട്. ഹാർട്ടിൻ്റെ എന്ത് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ മെയിൻ അവയവത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയൊരു റിസ്ക് എപ്പോഴും ഉണ്ട്, പക്ഷേ വളരെ എക്സ്ട്രീംലി ലോ ആണ്. നമുക്ക് സാധാരണ കുറച്ചുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തുള്ള ചെറിയ ബ്ലീഡിങ് റിസ്കുകൾ, അതേപോലെ ഈ ടാവി ചെയ്യേണ്ട ആളുകൾക്ക് ഈ അയോട്ടിക് വാൽവിൽ കാൽഷ്യം വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്താണ് ഹാർട്ടിൻ്റെ ഈ പേസ് മേക്കറും കാര്യങ്ങളൊക്കെ. നെഞ്ചിടിപ്പ് തീരുമാനിക്കുന്ന ഒരു സ്ഥലം ആണ്, അതിൻ്റെ അടുത്താണ്. അപ്പോൾ അത് കാരണം ഈ ടാവി ചെയ്ത് കഴിഞ്ഞ് ബലൂണൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ പേസ് മേക്കർ റിക്വയർമെൻറ്റ് പണ്ടൊക്കെ കുറേ കൂടുതൽ വേണ്ടി വരും ഇനീഷ്യൽ സ്റ്റേജസിൽ. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വാൽവ്സിനൊക്കെ അത് കുറവാണ്. പുതിയ ജനറേഷൻ വാൽവും പിന്നെ ഈ നമ്മൾ ഈ ഇതിൻ്റെ പ്ലാനിങ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഈ CT ബേസ്ഡ് അല്ലെങ്കിൽ AI ബേസ്ഡ് 3Mensio എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഓക്കെ എവിടെ വാൽവ് എക്സാക്ട്ലി പ്ലേസ് ചെയ്യണം, ഏത് ലെവലിൽ പ്ലേസ് ചെയ്താൽ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ ഈ പ്രൊസീജിയർ യൂഷ്വലി ഒരു hour 1 hour 1.5 hours മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ ഒരു 80%, എനിക്ക് തോന്നുന്നു 80% ഓഫ് ദി ജോബ് ബിഫോർ ഓപ്പറേഷൻ തിയേറ്റർ എത്തുന്നതിന് മുൻപ് തന്നെയാണ് നമ്മളെ മെയിൻ പ്ലാനിങ്. ആ CT പ്ലാനിങ്, അതായത് ഫുൾ ബോഡി ഒരു CT സ്കാൻ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? എല്ലാ എടുക്കുന്ന CTയുടെ അഡക്വേറ്റ് ക്വാളിറ്റിയിൽ CT എടുക്കുന്നത് മുതൽ ഈ ഇതിന്റെ അതിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ ഇരിക്കുന്നു. AI ബേസ്ഡ് സോഫ്റ്റ്വെയർ വെച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ A to Z നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏത് സൈസിലും കാലിൻ്റെ നരമ്പിലേക്ക് കൂടെ പോകുമോ, എന്നിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഏത് ടൈപ്പ് വാൽവ്, ഏത് സൈസ് വാൽവ് ഹാർട്ടിൻ്റെ രക്തധമനിയെ ബാധിക്കോ, ഈ വക കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ ആ പേഷ്യൻ്റ് CT
എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ആക്ച്വലി ഫുൾ ഒരു A to Z പിക്ചർ എനിക്ക് എടുത്തു തോന്നുന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അങ്ങോട്ടേക്ക് എത്തുന്നത്. ത്രീമെൻസിയോ പോലത്തെ AI ബേസ്ഡ് സോഫ്റ്റ്വെയർസ് Yeah. സ്വന്തമായിട്ട് വെച്ച് ഹാർട്ട് ടീം ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന Correct, correct. ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം Yes, exactly. So we have aspect we are actually blessed. നമുക്കൊരു നല്ലൊരു ഹാർട്ട് ടീം ഉണ്ടായിരുന്നു. ആ ഹാർട്ട് ടീം എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു സിംഗുലർ ആള് അല്ല ഒരു ടാവിന്റെ പിന്നിലുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി പറയാൻ പിന്നീട് കാർഡിയോളജിസ്റ്റ് ഉണ്ടാവണം, ഒരു കാർഡിയക് സർജൻ ബാക്കപ്പ്, കാർഡിയക് അനസ്തെറ്റിസ്റ്റ്, ടെക്നീഷ്യൻസ്, സ്കിൽഡ് ടെക്നീഷ്യൻ ആൻഡ് സ്കിൽഡ് കാർഡിയക് നഴ്സസ് ആൻഡ് ഒരു ഗുഡ് ICU കെയർ ആഫ്റ്റർവേർഡ്സ്. എന്നാൽ മാത്രമേ നമ്മൾ ആ ടീം ബേസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. സോ ഐ തിങ്ക് ഒരു ഫൈനൽ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സിംറ്റംസ് എൽഡർലി ആൾക്കാർക്ക് ഈ തരത്തിലുള്ള സിംറ്റംസ് വരാണെങ്കിൽ അല്ലേ, നമുക്കിപ്പോൾ ഈ വ്യൂവേഴ്സിനടുത്ത് പറയേണ്ട ഒരു കാര്യം അതാണല്ലോ. ബേസിക്കലി അയോർട്ടിക് സ്റ്റീനോസിസിൽ ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടുപിടിക്കുക, ഏർലി ഡയഗ്നോസിസ്, അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെവിയർ അയോർട്ടിക് സ്റ്റീനോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ, അതായത് നമ്മളിപ്പോൾ ഈ സിംറ്റംസ് കാര്യമായിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് പകരം അയോർട്ടിക് സ്റ്റീനോസിസ് സെവിയർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാവി അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് നേരത്തെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫാന്റാസ്റ്റിക്. ട്രീറ്റ് ഏർലി, ഡിറ്റക്ട് ഏർലി, നമുക്ക് ഹാർട്ടിന് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എക്സാക്ട്ലി. ലോങ് ടേം കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളുടെ ഈ ടാവി പ്ലാനിങ് എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ബെറ്റർ റിസൾട്ട്സ്, ഔട്ട്കംസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് പേഷ്യൻസിന് ഏറ്റവും കുറവ് കോംപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ച് ആളുകളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ടാവിയിലൂടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, എല്ലാ വാൽവ് രോഗത്തിനും ടാവി ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മകനുണ്ട്, 25 വയസ്സുള്ള പയ്യൻ, എനിക്കൊരു വാൽവിൻ്റെ ലീക്ക് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊരു കോമൺലി ചോദിക്കുന്നു, ടാവി ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്. നമ്മൾ ബേസിക്കലി യങ്ങർ പേഷ്യൻസിന്, അതായത് ജന്മനാ ഉള്ള അയോർട്ടിക് സ്റ്റീനോസിസ്, ഈ ബൈക്കസ്പിഡ് അയോർട്ടിക് വാൽവിൽ, അതായത് 2 വാതിലുള്ള ഒരു വാൽവ്, രക്തവാദം വരും, റൊമാറ്റിക് ഫീവർ വന്നിട്ട് വരുന്ന അയോർട്ടിക് സ്റ്റീനോസ്, തീരെ കാൽഷ്യം ഇല്ലാത്ത അയോർട്ടിക് സ്റ്റീനോസ്, ഇതിനൊക്കെ സർജറിയാണ് ഫസ്റ്റ് ചോയ്സ്. ഫസ്റ്റ് ചോയ്സിൽ സർജറി മാത്രമേ ഓപ്ഷൻ, എസ്പെഷ്യലി യങ്ങർ പേഷ്യൻസിന് ഒരു 65 വയസ്സിൽ താഴെ പ്രസന്റ് ചെയ്യുന്ന സർജറിയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാറ്. ഫസ്റ്റ് ഓപ്ഷൻ. അതെ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് ഈ നിങ്ങൾ പറഞ്ഞപ്പോൾ. ഈ പ്രായത്തിൻ്റെ കാര്യം, മുൻപ് ടാവി നമ്മൾ പറയുന്നത് ഓൺലി ഫോർ ഹൈ റിസ്ക് പേഷ്യൻസിന് മാത്രമേ നമ്മൾ സൂട്ടബിൾ ഉള്ളൂ, സർജറി പറ്റാത്ത ആൾക്കാർക്ക് മാത്രം ടാവി. ഇന്ന് അത് കുറച്ചൊന്ന് മാറ്റം വന്നിട്ടുണ്ട്. ലെസ് റിസ്ക് ആൾക്കാർ, ലോ റിസ്ക് ആൾക്കാർക്ക് പോലും നമ്മൾ ഒരു 15 വർഷം മുമ്പ് ടാവിയുടെ ഫസ്റ്റ് ഇനീഷ്യൽ അപ്രൂവലും ഗൈഡ് ലൈനൊക്കെ വന്ന സമയത്ത് സർജറിക്ക് ഫിറ്റ് അല്ലാത്ത അത്രയും പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വേറെ പല കോംപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ടാവി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അന്ന് പറയുന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് യങ്ങർ പേഷ്യൻസിനും ഈ കുറച്ചും കൂടി റിസ്ക് കുറവുള്ള ആളുകൾക്കും നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്കും, അതായത് സർജറിക്കും ഈ കോൺട്രാൻഡിക്കേഷൻ ഇല്ലാത്ത സർജറിയും ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, ഈവൻ 75 70 ഒക്കെ ഉള്ള ആളുകൾക്ക് ടാവി ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. സോ വൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ദാറ്റ് നമ്മളിപ്പം പ്രായമുള്ള ആൾക്കാർക്ക് സർജറിയോ ടാവിയോ എനി പ്രൊസീജിയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മളിപ്പം ഡോക്ടറെ ഇപ്പം എന്തായാലും വയസ്സായില്ലേ, ഇങ്ങനെ തന്നെ പോയാൽ പോരെ ഡോക്ടറെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊരു കിതപ്പുണ്ട്, ഞാൻ സഹിച്ചോളാം, എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്ന സിവിയർ അയോർട്ടിക് സ്റ്റീനോസിസിൻ്റെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. അപ്പോൾ അത് നമ്മളൊന്നും ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ള കാര്യം വളരെ നമുക്ക് അനുഭവമുള്ളൊരു സംഗതിയാണ്. അത് എന്തായിരിക്കും നമ്മളെ ടാവി ശരിക്കും നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിനേക്കാളൊക്കെ ഡെഡ്ലി ആയിട്ടുള്ള, അതെ എക്സാക്ട്ലി. കാരണം ഈ സെവിയർ അയോർട്ടിക് സ്റ്റീനോസ്, നമുക്ക് ഈ സിംറ്റം ശ്വാസം മുട്ടും ഈ തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്ന സ്റ്റേജിലുള്ള അയോർട്ടിക് സ്റ്റീനോസ് വന്നു കഴിഞ്ഞാൽ സാധാരണ 6 മാസം അല്ലെങ്കിൽ 1 ഇയറിൻ്റെ ഉള്ളിൽ സർവൈവലുള്ള, അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അതേസമയം ടാവി അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആൾക്കാരുടെ അതേ സർവൈവൽ. അപ്പോൾ നമ്മൾ ഈ എന്താ ക്യൂറാണ് ശരിക്കും ഈ അയോർട്ടിക് സ്റ്റീനോസിൽ. അത് വെറും ഒരു പാലിയേറ്റീവ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് അല്ല, കംപ്ലീറ്റ് ക്യൂർ. ആ വാൽവ് മാറ്റി വെക്കാം. ആക്ച്വലി നമ്മളിപ്പോൾ പറയണമെങ്കിൽ ഹാർട്ടിന് പെട്ടെന്നൊരു പുതിയൊരു ശ്വാസം കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ആ ചുരുങ്ങിയ വാൽവ് മാറ്റി വെക്കുമ്പോൾ. അപ്പോൾ പേഷ്യൻസിന് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ അനദർ 10 to 15 years ഈസിലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന തിയേറ്ററിൽ ആ ടേബിളിന്റെ മുകളിൽ തന്നെ നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് കുറയുന്നതും, ആ ഹാർട്ടിന്റെ ലോഡ് കുറയുന്നത്, നമുക്ക് ആ പ്രഷർ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പേഷ്യൻസ് 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത്
ആ ഫങ്ഷണൽ കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം നമുക്ക് ഒബ്വിയസ് ആയിട്ട് ഫങ്ഷണൽ കപ്പാസിറ്റിയോടൊപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ മൂപ്പര് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 4ാമത്തെ ദിവസം വീട്ടിലെത്തിയിട്ട് സെൽഫി മൂപ്പർ തന്നെ ഫുൾ ഫാമിലിയുടെ കൂടെ ഒരു സെൽഫി എടുത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മൂപ്പർക്ക് കിട്ടുന്ന ആഫ്റ്റർ സർജറി ദാറ്റ്സ് ബിക്കോസ് മൂപ്പർക്ക് ആ കിതപ്പ് മാറുമ്പോൾ വീൽ ചെയറിൽ വന്ന ആള് നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ആ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ സ്വന്തമായിട്ട് കുളിച്ച് തല തോർത്താൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുക. നടക്കാനും ജോഗിങ്ങിനൊക്കെ പോകുന്ന ലെവലിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്തത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണും. ഐ തിങ്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് എംഫസൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനത്തെ ടൈപ്പ് സ്ഥാപനത്തിൽ ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ മാൻ എഫേർട്ട് അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ഒരു ടീം വർക്ക്. അത് ഹാർട്ട് ടീം എന്ന് പറയുന്ന ടീമും ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ടീം ഉള്ളൊരു സ്ഥാപനത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഹൈ ലെവൽ കോംപ്ലക്സ് പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ആൻഡ് ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഇപ്പം ഈ മെട്രോണിക്കിൻ്റെ വാൽവ് ഡിപ്ലോയ് ചെയ്യാൻ തന്നെ 2 കാർഡിയോളജിസ്റ്റ് 2 ഓപ്പറേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ സർജൻ്റെ ഇൻപുട്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ ചില ഡിഫിക്കൽട്ട് ആക്സസുകൾക്ക് അങ്ങനെ സർജൻ്റെ ഇൻപുട്ടും കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ്. ഇതിപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നു, 1 മണിക്കൂർ എടുക്കുന്നു, 2ാമത്തെ ദിവസം വീട്ടിൽ പോകാം എന്ന് പറയുകയാണെങ്കിലും ഇറ്റ് ഈസ് എ ഹൈ ലെവൽ കാർഡിയാക് കോംപ്ലക്സ് വാൽവ് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയനെ മാറ്റി വെക്കുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് അതിൻ്റെ സ്കിൽ ലെവൽ എക്സ്പീരിയൻസ്ഡ് ടീം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റും മാക്സിമം നല്ല റിസൾട്ട് കിട്ടുക എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിസൾട്ടും പേഷ്യൻ്റ് റിസ്ക് കുറയ്ക്കുന്നതും പേഷ്യൻ്റ് ലോങ് ടേം ഔട്ട്കമും എല്ലാം ഈ പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്.